ഇതിനെ കുറിച്ച് എന്താ പറഞ്ഞേ? എന്തേന്നു ഡെസിമൽ ഫോംസ് ഫ്രാക്ഷനിലേക്ക് ആക്കുക ലാസ്റ്റ് പറഞ്ഞു. അതെ, നമ്മളിവിടെ കണ്ടു 7.3 സെന്റിമീറ്ററിനെ 7/3/10 എഴുതാൻ പറ്റും അല്ലേ? 7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്ററാ? 1 സെന്റിമീറ്റർ 100 അല്ല 1 സെന്റിമീറ്റർ മില്ലിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ കറക്റ്റാ. 10 മില്ലിമീറ്റർ. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ 7 സെന്റിമീറ്ററോ? 7 സെന്റിമീറ്ററോ? അപ്പം 70 മില്ലിമീറ്റർ. കറക്റ്റാ, 70 മില്ലിമീറ്റർ വരെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, 3/10 സെന്റിമീറ്റർ അപ്പം 3/10 3/10 3/10 30 മില്ലിമീറ്ററാ? എങ്ങനെ 3 സെന്റിമീറ്റർ 30 മില്ലിമീറ്റർ വരും? ഇത് 3 അല്ലേ ഉള്ളൂ, അപ്പം 3 മില്ലിമീറ്റർ. 3 മില്ലിമീറ്റർ. ഓക്കെ. ഇപ്പൊ നമ്മൾ സപ്പോസ് ഒരു സ്കെയിൽ എടുത്തു. നമ്മുടെ സ്കെയിൽ കാണത്തില്ലേ? ഇതാണ് 1, ഇതാണ് 0 വരുന്നത്. ഓക്കെ അല്ലേ? പിന്നെ എന്താ ഉള്ള 0 അല്ലാതെ? ഇവിടെ 1 വരും. മാർക്കിങ്സ് ഉണ്ടാവും. ഓക്കെ, 0 1 കുറെ മാർക്കിങ്സ് ഉണ്ടാവും. നമ്മൾ ഫ്രാക്ഷൻ ഒക്കെ പഠിച്ച ആൾക്കാരില്ലേ? അപ്പൊ ഇതിനിടയ്ക്ക് എത്ര വരെ കാണും? 10 വരെ കാണും. ഓക്കെ അല്ലേ? ഇങ്ങനെ ഇങ്ങനെ പോകുന്ന 10 വരെ കാണും. അപ്പൊ 3/10 എന്ന് പറഞ്ഞാൽ എത്ര? അതിലെ 3 എടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് 3 മില്ലിമീറ്റർ. ഓരോ ചെറിയ വരെയും ഓരോ മില്ലിമീറ്റർ. അപ്പൊ 3/10 എന്ന് പറയുമ്പോ 3 മില്ലിമീറ്റർ. അത് ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പം നമുക്ക് എന്തുണ്ട്? 7 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ ഉണ്ട്. അപ്പൊ രണ്ടുകൂടെ കൂട്ടുമ്പോ എത്ര ടോട്ടൽ? മില്ലിമീറ്റർ ടേംസിൽ 7 സെന്റിമീറ്റർ 70 മില്ലിമീറ്റർ. ഓക്കെ അല്ലേ? മറ്റേത് 3 മില്ലിമീറ്റർ. ടോട്ടൽ 73 മില്ലിമീറ്റർ ഉണ്ടല്ലേ? 73. ഓക്കെ. ഓക്കെ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതാ പിന്നെ ഒത്തിരി പറയാത്തെ. ഓക്കെ അല്ലേ? 73 മില്ലിമീറ്റർ. അത്രയും ക്ലിയറാ. ഈ 73 മില്ലിമീറ്റർ ഇതിനെ നമ്മൾ 10 ഡിവൈഡ് നമുക്ക് എന്ത് കിട്ടും? 73/10 എന്ന് പറഞ്ഞാൽ എത്ര? 7.3 അല്ലേ? 7.3 ഡെസിമൽ ഫോം. ഓക്കെ, 7.3. അപ്പൊ ഈ മില്ലിമീറ്റർ ആരെ എന്താവും? സെന്റിമീറ്റർ ആകത്തില്ല തിരിച്ച്? ഓക്കെ അല്ലേ? അത് ഇവർ പറയുന്നുള്ളൂ. അതായത് ഇവിടെ 7.3 സെന്റിമീറ്റർ നമ്മൾ 7/3/10 എന്ന് എഴുതി. ഈ 7/3/10 എന്ന് പറഞ്ഞാൽ 73 മില്ലിമീറ്റർ ആണല്ലോ. ഈ 73 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു അപ്പം 7.3 സെന്റിമീറ്റർ അല്ലേ? അതന്നെ കറക്റ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറയുന്നേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് 73 മില്ലിമീറ്റർ ഇട്ടപ്പോ അതിന് നമ്മൾ 10 ഇട്ട് ഡിവൈഡ് ചെയ്ത് കാണാമല്ലോ ഈ താഴത്തെ. 73/10 എത്ര? 7.3. അതറിയാലോ? 7.3 എന്ന് പറയുമ്പോഴത്തേക്ക് മില്ലിമീറ്റർ മാറി സെന്റിമീറ്റർ ആവും. അപ്പൊ അത് 7.3 സെന്റിമീറ്റർ ആവും. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടെന്നേ ഉള്ളൂ. പോയിന്റ് മാറിയപ്പം ഈ മീറ്ററും സെന്റിമീറ്ററും കണക്കങ്ങ് മാറിയെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് കാൽക്കുലേഷൻ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏത് സിമ്പിളാ, മീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ വരണ്ടേന്ന്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര 7.3 ഇട്ടല്ലേ ചെയ്തോണ്ടിരുന്നേ. ഇതാ ഒരു നമ്പറും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. എത്ര വന്നേ? 7.31. ഓക്കെ അല്ലേ? ഇവിടെ എന്താ? മീറ്റേഴ്സാ. മറ്റേ സെന്റിമീറ്റർ ആയിരുന്നു, ഇപ്പൊ അത് മീറ്റർ ആയി. അപ്പം 7 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ? അല്ല മീറ്ററാ? അല്ല, എത്ര സെന്റിമീറ്ററാ? 7 മീറ്റർ. എത്ര സെന്റിമീറ്ററാ? 700. കറക്റ്റാ, 700 അറിയാലോ. ഓക്കെ അല്ലേ? പിന്നെ എന്നാ കൂടെ ഉള്ളേ? 31 എന്നുണ്ടല്ലേ? 31 എന്തായിരിക്കും? അത് 0.31 അല്ലേ? അതെന്തായിരിക്കും? സെന്റിമീറ്റർ അല്ലേ? സെന്റിമീറ്റർ. അതെ, ഇവിടെ നമ്മള് പോയിന്റ് കഴിഞ്ഞ് 2 അക്കം വന്ന താഴെ എന്താ പറയണേ? 100. അതറിയാലോ? ഒന്ന് എഴുതിയേക്കാവേ. 7.31. പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ട്? 2 എണ്ണം കാണാം അല്ലേ? അപ്പൊ പോയിന്റ് ഇല്ലാണെങ്കിൽ നമ്മള് 7/31/100 എന്നുണ്ട്. ഇപ്പൊ നമുക്ക് പോയിന്റിന്റെ ആവശ്യമില്ല. ഓക്കെ അല്ലേ? മുന്നേ നമുക്ക് 3 മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 10 ഇട്ടു. ഇവിടെ ഒരു 1 കൂടെ വന്നപ്പോ നമ്മൾ 2 എണ്ണം ഇട്ടു. ഓക്കെ അല്ലേ? ഇനിയിപ്പോ ഇവിടെ ഒരു 5 കൊണ്ടാണെന്ന് വിചാരിച്ചോ? അപ്പൊ നമ്മൾ താഴെ എന്തിട്ടുണ്ടാകുന്നേ? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 നമ്പർ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഒരു 0 ആഡ് ചെയ്യണം. സിമ്പിൾ അല്ലേ?
ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ രണ്ടെണ്ണത്തിന്റെ കേസാണ്. ഞാൻ ഈ 5ഉം ഒരു 0യും കളഞ്ഞു. അപ്പൊ 31/100 എന്ന് കിട്ടി. അതായത് 100 സെന്റിമീറ്ററിൽ 31 സെന്റിമീറ്റർ എന്നാ ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? ആ ഓക്കെ ആണോ? അപ്പൊ ഇത് എത്ര വരും? 31 സെന്റിമീറ്റർ അല്ലേ? ആ അപ്പൊ 700 പ്ലസ് 31 എത്ര? 700 plus 30, 730. 31. 731. ആ 731 സിമ്പിൾ. ഓക്കെ അല്ലേ? ആ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, എന്നാ താഴെയുള്ള ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തേ. ഇപ്പൊ ഞാൻ പറഞ്ഞാണ് ഇവിടെ താഴെ കിടക്കുന്നത്. ഇതാ ഏതാ? ഞാൻ കാണിക്കാം ഒരു സെക്കൻഡ്. ഇതാ 1 മീറ്റർ തൊട്ടൊന്ന് വായിച്ചേ. 1 meter is 100 centimeters, so that 7 meters is 700 centimeters. ഉം. On the other hand, since 1 by 100 meter means 1 centimeter, the 31 by 100 meters, 31 centimeters. ആ ഓക്കെ, 1/100 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ. അപ്പൊ 31/100 എന്ന് പറഞ്ഞാൽ 31 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? 1 centimeter, okay. ആ ബാക്കി വായിച്ചോ. 31 centimeter. ആ Okay. 31, thus 7.31 meters is equal to 731 by 100 meters, 731 meters. ആ ബാക്കി കൂടെ വായിച്ചു. അതെ, ഞാൻ പേജ് മൊത്തം പറയാം. അതിനൊന്നും പറയാം. വായിച്ചു. In this, if 731 centimeters is converted back to meters, 731 centimeters, 731 by 100. ആ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ 7.31 മീറ്റർ നമുക്ക് 731 സെന്റിമീറ്റർ ആണ് കിട്ടിയല്ലേ? ഇതിന് നമ്മൾ തിരിച്ച് എന്താക്കാൻ പോവാ? മീറ്റർ ആക്കാൻ പോവാ. അപ്പൊ ഏത് നമ്പറിട്ട് ഡിവൈഡ് ചെയ്യണം? 100 ചെയ്യണം. ഓക്കെ അല്ലേ? Okay. 100 ഇടുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 7.31. ഓക്കെ അല്ലേ? 731 by 100 അതെന്ന് പറയുമ്പോ 7.31 കിട്ടി. അത്ര ഓക്കെ അല്ലേ? ഇപ്പൊ 7.31 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ബൈ 100ന്റെ ടേംസ് വരുമ്പോ എത്ര ആയിരിക്കും? 731 by 100 അല്ലേ? അത് ക്ലിയർ അല്ലേ? അല്ലേ? നമ്മൾ പഠിച്ചത് 731 by 100 എന്ന് എഴുതി കഴിഞ്ഞാല് ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ്. അപ്പൊ അതിന്റെ പ്ലേസ് നോക്കി ഡോട്ട് ഇടാ പോരാ. അപ്പൊ 7.31 കിട്ടി. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അത് ക്ലിയറാ? അപ്പം നമ്മൾ എന്താ ഇതിനകത്ത് പഠിച്ചത്? 731 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 731 by 100. 731 by 100 എന്ന് പറഞ്ഞാൽ 7.31. അത് മീറ്റേഴ്സാ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ അവിടെ നമ്പേഴ്സിന്റെ ടേംസിൽ മാത്രമായിട്ട് അവരൊന്ന് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയേക്കുന്നേ? മീറ്ററും ഇല്ല, സെന്റിമീറ്ററും ഇല്ല, ഒന്നുമില്ല. 7.31 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാണിക്കും? 731 by 100. ഓക്കെ അല്ലേ? താഴെ ഇത് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാവേ. ഇത് കൺവേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ബൈ 100 വരെ നോക്കിയല്ലേ? അടുത്ത എത്ര ആയിരിക്കും വരുന്നത്? 1000 അല്ലേ? 1000 ഞാൻ മുന്നേ ഒരു നമ്പർ ഇട്ട് കാണിച്ചല്ലേ? ഒന്നും കൂടെ നോക്കാം അത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ. അതാ നോക്ക്. അവിടെ ഇവര് ഏത് നമ്പർ ആഡ് ചെയ്തേക്കുന്നേ? 731 കഴിഞ്ഞ എത്ര? 7.319. ഒരു 9 കൂടെ ആടാക്കി അല്ലേ? ആദ്യം നമുക്ക് 7.3 ഉള്ളായിരുന്നു. പിന്നെന്താന്ന് ഒരു 1 കൂടെ ഇട്ടു. ഇപ്പൊ 9 കൂടെ വന്നല്ലേ? അപ്പൊ ഡിനോമിനേറ്ററിൽ എന്ത് കൂടി? ഒരു 0 കൂടെ കൂടി. സിമ്പിൾ അല്ലേ? അപ്പൊ എന്ത് വന്നു? അതായത് പോയിന്റ് കഴിഞ്ഞ് 3 നമ്പർ വരണമെങ്കിൽ എന്തായിരിക്കും ഡിനോമിനേറ്റർ? 1000 ആയിരിക്കും. അത് ഓക്കെ അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? 7.319 ലിറ്റേഴ്സ് ഈസ് ഈക്വൽ ടു 390 by 1000 എന്ന് എഴുതി. അത്ര ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ 1 ലിറ്റർ ഈസ് ഈക്വൽ ടു എത്ര മില്ലി ലിറ്ററാ? 1000 milliliter. 1000 മില്ലി ലിറ്ററാ. അപ്പൊ 7 പറഞ്ഞോ. 7 എത്ര? 7 ലിറ്റർ ആണെങ്കിലോ? 7 ലിറ്റർ ആണെങ്കിൽ 7000 milliliter. 7000 മില്ലി ലിറ്റർ. അതാ ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ ബൈ 1000 ആണ് എഴുതിയേക്കുന്നത് അല്ലേ? അതായത് 390 by 1000. അതിന്റെ അർത്ഥം എന്താ? 1000 മില്ലി ലിറ്ററിനകത്ത്
390 മില്ലി ലിറ്റർ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഫ്രാക്ഷൻ അല്ലേ? അപ്പൊ 390/1000 എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്ററാ? 390 മില്ലി ലിറ്റേഴ്സ് by 1000. ബൈ 1000 ആയതുകൊണ്ട് ബൈ 1000 എന്നപ്പോ ലിറ്റർ ഇതാ ഇത് നോക്കണം കേട്ടോ. നമ്മള് ലിറ്ററിന്റെ ടേംസ് എഴുതിയപ്പോ ബൈ 1000 വന്നു. ഓക്കെ അല്ലേ? അത് മില്ലി ലിറ്റർ ആയപ്പോഴത്തേക്കും 390 ഉള്ളൂ. ഡൗട്ട് ഒന്നും 390. ഇല്ലല്ലോ? ഇല്ലില്ല. നമ്മൾ നേരത്തെ അതിന്റെ തൊട്ട് മുന്നേ ചെയ്ത സെയിം സാധനം, ഒരു വ്യത്യാസവും ഇല്ല. കിലോഗ്രാം മാറി മില്ലി ലിറ്റർ വന്നു, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എന്ത് കിട്ടി? 7 ലിറ്റർ ഈക്വൽ ടു 7000 മില്ലി ലിറ്റർ അല്ലേ? milliliter. Okay. ഓക്കെ. പിന്നെ നമുക്ക് എന്തുണ്ട്? ഒരു 319 അല്ലേ ഉണ്ടല്ലേ? അതായത് ഒരു 390 ഉണ്ടല്ലേ? അപ്പൊ സം ചെയ്യുമ്പോ എത്ര കിട്ടി പറഞ്ഞോ? ചെയ്യുമ്പോ എത്രയായിരുന്നു? 319. 319. ഓക്കെ. എന്ത് കിട്ടും പറഞ്ഞോ? പ്ലസ് ചെയ്തു. 319 plus 7000. 7319. ഓക്കെ. ഡൗട്ട് ഒന്നും ഇല്ലല്ലേ അങ്ങനെ അത് വന്നേന്നല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ലിറ്ററിൽ കിടന്ന ഒരു സാധനത്തിനെ മില്ലി ലിറ്റർ ആക്കി കൺവേർട്ട് ചെയ്തല്ലേ? 7.319 ലിറ്റർ ഈക്വൽ ടു 7390 മില്ലി ലിറ്റേഴ്സ്. ഇനി എന്ത് ചെയ്യണം? തിരിച്ച് കൺവേർട്ട് ചെയ്യണം. അപ്പം എന്ത് ചെയ്യണം? തിരിച്ച് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്ര ഇട്ട് ഡിവൈഡ് ചെയ്യണ്ടേ? പറഞ്ഞോ? ചെയ്തല്ലേ നമ്മൾ മുന്നേ? by 1000. ബൈ 1000. ഓക്കെ അല്ലേ? ഇതാ ഇവിടെ ഉണ്ടല്ലേ? അപ്പൊ ബൈ 1000 വരുമ്പോ 1000 എത്ര സീറോ ആയുള്ളത്? 1000 0. 3 സീറോ. അപ്പൊ നമ്മൾ 7319 എന്തെടുക്കണം? എത്ര സാധനം മാറ്റി കുത്തണം? 3 0. അതെ, 3 പോയിന്റ് മാറ്റി കുത്തണം അല്ലേ? ഇതാ കണ്ട അല്ലേ? കറക്റ്റ് അല്ലേ? ഇവിടെ 3 വന്നില്ലേ? ഇത് ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഒത്തിരി ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പൊ അത് ചെയ്യാം. ഇപ്പൊ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇല്ല. ഓക്കെ. ഇത് ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ അവർ ജസ്റ്റ് ഒന്നും കൂടെ എഴുതിയേക്കുന്നതാണ്. മാനവ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തേ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. In terms of numbers, in all the examples, in term of number 7.319, 7,319,000 by 1000. In all the examples above, we converted numbers in decimal form to fraction. 7.3, 73 by 100, 7.31, 731 by 73/10 അല്ലേ? ഇത് 73/10 കാരണം പോയിന്റ് കഴിഞ്ഞ ഒരു നമ്പർ ഉള്ളു. ഓക്കെ അല്ലേ? okay. ഓക്കെ. അടുത്ത വായിച്ചു. 7.31. വായിച്ചു. 7.31, 731 by 100. 7.319 is equal to 7,319 by 1000. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതെങ്ങനെ വന്നേന്ന്? ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പൊ എന്താണ് മാനവ് കണ്ട വ്യത്യാസം ഇതെല്ലാത്തിനകത്തും? ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേ. What change do you see in denominator? ചേഞ്ച്. Okay. What? What change do you see in the denominators of the fractions as the number of digits after the decimal point increases? Can you say the fractional form of the decimal? 12.003. 03. അതിന് മുന്നേ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഡിനോമിനേറ്റേഴ്സിൽ എന്ത് വ്യത്യാസമാണ് മാനവ് കണ്ടത്? പോയിന്റ് ആയിട്ട് ഓരോ നമ്പർ കൂടിയപ്പോഴും ഡിനോമിനേറ്ററിൽ എന്താ പറ്റിയേ? 12.03. അല്ലല്ല, ഇത് ഈ ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്ത് വ്യത്യാസം കണ്ടത്? ഓരോ നമ്പർ മാറിയപ്പോഴും ഒരു സീറോ കൂടിയല്ലേ? ഇവിടെ ഓരോ നമ്പർ വന്നപ്പോ ഇവിടെ ഒരു സീറോയെ ഉള്ളായിരുന്നു. ഇവിടെ 2 നമ്പർ വന്നപ്പോ 100 ആയി. ഓക്കെ അല്ലേ? 3 എണ്ണം വന്നപ്പോ 1000 ആയി. അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്ന 12.03 ഇതിന്റെ ഫ്രാക്ഷണൽ ഫോം പറയാൻ പറ്റുമോ അവർ ചോദിച്ചേക്കുന്നത്? പറയാൻ പറ്റുമോ? 12.03 ഫ്രാക്ഷണൽ ഫോം. അത് തന്നെ പറഞ്ഞോ. 0.03 പറഞ്ഞെങ്കിൽ എന്തായിരിക്കും താഴെ? 12 by 100. കറക്റ്റ് പറഞ്ഞേ കേട്ടോ? കറക്റ്റാ. ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പോയിന്റ് കഴിഞ്ഞ് 2 നമ്പർ വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ ബാക്കി നോക്കാം. ഓക്കെ.
ഓക്കെ, അപ്പൊ ദാ ഇവിടെ ആൻസർ ചെയ്തിട്ടുണ്ടല്ലേ അവര് 12.03 = 1203/100. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ ഇതെന്ത് വരും? 1000 ആണെങ്കിൽ എന്താണ് 1.203 അല്ലേ? ആ ഓക്കെ, അപ്പൊ എന്താ 1203/1000 = 1.203. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചോ. കാണാമോ ക്വസ്റ്റ്യൻ? കാണാം. എന്നാ വായിച്ചോ. Some ഒരു numbers സെക്കൻഡ്. are given below. Write each of them as a fraction with denominator 10, 100 or 1000. എന്താ പറഞ്ഞേക്കുന്നേ? 10ഓ 100ഓ 1000ഓ ഡിനോമിനേറ്റർ എഴുതാനല്ലേ പറഞ്ഞേക്കുന്നേ? ആ അങ്ങനെയാണെങ്കിൽ മാനു തന്നെ എഴുതിക്കോ. ഞാൻ പറയാം, തെറ്റാ ഞാൻ പറയാം. എഴുതിക്കോ. ആ 3.7 = എഴുതിക്കോ, ഇവിടെ തന്നെ എഴുതിക്കോ. 3.7 fractional formula. ഫ്രാക്ഷണൽ ഫോം. 10ഓ 100ഓ 1000ഓ ഏതാണോ ഡിനോമിനേറ്റർ അത് വെച്ച് എഴുതാം. ഓക്കെ അല്ലേ? 7/10. 6 ആയിപ്പോയി. 7/10 3/7/10. പക്ഷെ നമ്മൾ ഇത് എഴുതുമ്പോഴേ മുന്നേ നമുക്ക് എന്തായിരുന്നു തന്നെ ഒരു ഫ്രാക്ഷണൽ ഫോം മൊത്തത്തിലല്ലേ അല്ല മൊത്തത്തിലല്ല, മിക്സഡ് ഫ്രാക്ഷനിലാണ് അല്ലേ? നമ്മളിപ്പം 3/7/10 എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ 37/10 എന്ന് എഴുതിയാ പോരെ? ഈ നമ്പർ ഉണ്ടല്ലോ ഇവിടെ, 37/10. അതും കറക്റ്റ് ആണ്. അങ്ങനെ എഴുതിയാൽ മതി. അതാ എളുപ്പം കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ 3.7 37/10 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തോ? അടുത്ത 3.07. എന്ത് വരും? 7/100. എഴുതിക്കോ. 7/100. 3/7/100 ആണോ? അങ്ങനെ നോക്കുമ്പോ മാനം പറഞ്ഞ ഞാൻ പറയുന്നത് മറ്റേ ഫോമില്ല. 37/100 എന്ന് എഴുതില്ല, അതുപോലെ എഴുതിയാൽ മതിയല്ല. അപ്പൊ എത്ര ആയിരിക്കും വരുന്നത്? 37/100. ഓക്കെ, അത് എഴുതി. 37/100. ഇത് ഏതാ? 37/100 ഏതാ? ഞാൻ അത് ജസ്റ്റ് എക്സാമ്പിൾ പോലെ പറഞ്ഞ ഇതിന്റെ വെച്ചിട്ട്. ഇതിന്റെ എന്ത് വരും ആൻസർ? എന്താ ഉള്ളത്? 307 അല്ലേ? അപ്പൊ നടുക്ക് എന്ത് വരും? 307 വരും. ഓക്കെ അല്ലേ? 307. ഓക്കെ. 307/100 എന്ന് പറയുമ്പോ എന്താ ഇവിടെ ഒരു പോയിന്റ് വരും അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇത് മാനോ പറ. 30.7. എന്ത് വരും? എഴുതിക്കോ. ഇവിടെ എഴുതിക്കോ. അല്ലെങ്കിൽ ഈ പോയിന്റ് എവിടെ പോയിന്റ് ഇടണം, ഏത് നമ്പർ താഴെ വരും നോക്കിയാൽ മതി. 307/10. കറക്റ്റ് ആണ്, ബൈ 10. ഓക്കെ അല്ലേ? അപ്പൊ ഒരു പോയിന്റ് മാറ്റി കുത്തിടുമ്പോ ഇവിടെ ഒരു കുത്ത് വരും അല്ലേ? 30.7 വരും. ക്ലിയർ ആണല്ലോ? അടുത്ത ദിവസം വായിച്ചോ. 3.72. എന്ത് വരും? 3.72. 372/100. 372/100 കറക്റ്റാ. പക്ഷെ നമ്മൾ പറഞ്ഞത് ഞാൻ പറയാം മൊത്തത്തിൽ എഴുതിക്കൊള്ളാൻ പറഞ്ഞില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? 372/100. കറക്റ്റാ കേട്ടോ. രണ്ടും കറക്റ്റാ. അപ്പൊ നമ്മള് 372/100 എന്ന് എഴുതിയ പോയിന്റ് വരുന്നത് ഇതിന് മാത്രമായിട്ട് വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3.72 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതേപോലെ നമ്മൾ ഇവിടെ 3 ഇട്ടാലും പോയിന്റ് വരുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ 372/100 എഴുതുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഓക്കെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ മാനം എഴുതിക്കോ. 37/2. 372/10. 372/10. കറക്റ്റാ പറഞ്ഞേ. കറക്റ്റാ. അടുത്ത പറഞ്ഞു. 2/10 അല്ലേ? 10 കറക്റ്റാ. ഓക്കെ. അടുത്ത പറഞ്ഞു. അടുത്ത ഇതല്ലേ? 3.072 അല്ലേ? 3.072. 372/1000. ഇങ്ങനെയാണോ വരണ്ടേ? അല്ലെങ്കിൽ നമ്മൾ സീറോ ഇടയ്ക്ക് കിടക്കുന്ന സീറോയ്ക്ക് വാല്യൂ ഉള്ള. അപ്പൊ മൊത്തം എഴുതണം. എഴുതിക്കോ. എഴുതിയാ മതി, പറയണ്ട.
ഓക്കെ ഒരു മിനിറ്റ്. 3072 by 1000. കറക്റ്റാ. ആ ഓക്കെ അല്ലേ? ആ 1000 ആ 0 ഉണ്ട്. അത് കുഴപ്പമില്ല. അടുത്ത എഴുതിക്കോ. അടുത്ത ഏതാ? ഈ ലാസ്റ്റ് 30.72 എന്ത് വരും? 30.72 ഒരു മിനിറ്റ് നോക്കട്ടെ. ആ 30.72 ആ 3072 by 100. കറക്റ്റാ പറഞ്ഞേ. ഒന്ന് എഴുതിക്കാ നോക്കട്ടെ. 3000 അല്ലേ? 3072 by 100. 100 അല്ലേ? 100 അയ്യോ 0. കറക്റ്റാ. കുഴപ്പമില്ല. ആ ഡൗട്ട് ഓക്കെ. ഒന്നും ഇല്ലല്ലോ? ഇല്ല. എന്നാ അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോ. Write the decimal form of the fractions given below. എന്താണ് ഇതിന്റെ ഡെസിമൽ ഫോം എഴുതണം അല്ലേ? ആ സിമ്പിൾ പരിപാടിയല്ല. കുത്തങ്ങ് നോക്കിയിട്ടാ പോരെ. അതാ 5.1. ഓരോ നമ്പർ നോക്കിയിട്ട് ആയിട്ടോ. ഇസീക്വൽ കിട്ടും. 5 എന്നാ എഴുതിക്കോ. എന്നാ ആൻസർ എഴുതിക്കോ. 513 by 10. എന്ത് വരും? 50 ആൻസർ എഴുതിക്കോ. 1.3 കറക്റ്റാ. ഓക്കെ. അടുത്ത 513 by 1000. അപ്പം ഇത് നമ്മൾ എഴുതിയില്ല. നമ്മൾ തേർഡ് വൺ എഴുതിയില്ലല്ലോ. 513 by 100 അല്ലേ? സോറി. അപ്പം 5.13. കറക്റ്റാ. അടുത്തയോ. അടുത്ത 513 by 1000. അയ്യോ 513 by 1000. അതെങ്ങനെയപ്പോ ചെയ്യാ? 0.513. ഒന്നാലോചിച്ചേ. കറക്റ്റാ. ഇതെന്താ മാനവ അണ്ടുപോയി നിൽക്കുന്ന ഇതൊക്കെ വരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ അർത്ഥം എഴുതിക്കോ. ആൻസർ എഴുതിക്കോ. പറഞ്ഞ കറക്റ്റാ. 0.513. അതെ 0.513 ഉണ്ട്. കാരണം നമുക്ക് 3 0 ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 3 നമ്പർ വേണം. ഓക്കെ അല്ലേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ കിട്ടാൻ വേണമെങ്കിൽ ഇവിടെ 0 ഇടാം. ഇനി 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുത്തി തെളിഞ്ഞാണ് നമ്മളിവിടെ 0 ഇടുന്നത്. മനസ്സിലായി? ഈ 0 ഉണ്ടെങ്കിൽ 0 പോയിന്റ് എന്നൊരു വായിച്ചോളൂ. ഓക്കെ അല്ലേ? അടുത്തയോ. അടുത്ത 5130 by 1000. അതായത് 5.130. കറക്റ്റ് എഴുതിയേക്കുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇൻകേസ് ഇവിടെ ഈ 0 വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി എഴുതിയാലും 5.13 കിട്ടും. ഓക്കെ അല്ലേ? ശരിയാ? എങ്ങനെ എഴുതിയാലും ശരിയാ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഞാനൊരു നമ്പർ എഴുതാവേ. ഞാനൊരു ലൈൻ വയ്ക്കാം. ഇതിനെ എങ്ങനെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതും? ഫ്രാക്ഷണൽ ഫോമില 1.003. ഫ്രാക്ഷണൽ ഫോമിലാണെങ്കിൽ 1 3 അല്ല, ഈ 0 ഫുൾ എഴുതാൻ പറ്റുന്നില്ല. 003 by 1000. കറക്റ്റാ. 5000 ഇട്ടാ മതി. ഓക്കെ. റബ്ബ് ചെയ്തേക്കാം. ഇതൊക്കെ ബുക്കിൽ എഴുതിയേക്കണം കേട്ടോ. ഇതൊക്കെ ബുക്കിൽ എഴുതിയേക്കണം. ഓക്കെ. അപ്പൊ അടുത്ത എന്താന്ന് വായിച്ചേ? ഹെഡിങ് വായിച്ചേ. ഏത് പേജിലാ? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡീഷൻ സബ്ട്രാക്ഷൻ എന്താ അറിയാമെന്ന് പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ വായിക്കാനാ? ക്വസ്റ്റ്യൻ അല്ല. അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ചെയ്യുന്ന. സബ്ട്രാക്ഷനോ? മൈനസ് ചെയ്യുന്ന.
അറിയാം, സിമ്പിൾ അല്ലേ? പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം, നമ്പറൊക്കെ പോയിന്റ് ഉണ്ടെന്നേ ഉള്ളല്ലേ, ഡെസിമലാ. എന്താ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്? ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു റിബൺ എത്ര ഉണ്ട്? 4.3 സെന്റിമീറ്റർ ഉണ്ട്. അതിന്റെ കൂടെ ഒരു 2.5 സെന്റിമീറ്റർ ലൈനും കൂടെ ആഡ് ചെയ്തു. പിന്നെ നീളം ദാ ഇത്രയായില്ലേ? ടോട്ടൽ നീളം എത്രയാന്ന് ക്വസ്റ്റ്യൻ? എത്ര പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. ടോട്ടലാ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാ? രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം 6.8 6.8 ആൻസർ കറക്റ്റ് പറഞ്ഞത്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവല്ലേ, പക്ഷെ ഇവര് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് പറഞ്ഞേക്കാം എന്തായാലും. ഓക്കെ അല്ലേ? ഇപ്പൊ ഇവര് പറയുന്നത് രണ്ടും കൂടെ ആഡ് ചെയ്തു. ആഡ് ചെയ്യാൻ നമുക്ക് കുറെ വഴികളുണ്ടെന്നാണ് ഇവര് പറഞ്ഞത്. മാനവ് ഇപ്പൊ എങ്ങനെ ആഡ് ചെയ്തെന്ന് പറഞ്ഞേ? ഏത് വഴി കൂടെ മാനവ് ചെയ്തേ നോക്കട്ടെ. എന്താ ചെയ്തേ? ഞാൻ മെന്റലി കാൽക്കുലേറ്റ് ചെയ്ത. ഫസ്റ്റ് 4+2 ചെയ്ത് പിന്നെ 5+3 ചെയ്തു. പോയിന്റ് കഴിഞ്ഞുള്ള പിന്നെ ചെയ്തു. കറക്റ്റാ, മാനവ് ചെയ്ത മെത്തേഡൊക്കെ കറക്റ്റാ. ഇവിടെ നമ്മളിവിടെ ശരിക്കും ചെയ്യുമ്പോഴാ എന്താ ഉള്ളത്? നമുക്ക് ഒരു 4.3 ഉണ്ടല്ലേ സെന്റിമീറ്റർ. അപ്പൊ നമ്മളത് 4 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്ന് എഴുതി. 2.5നെ 2 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ എന്ന് എഴുതി. എന്നിട്ട് സെന്റിമീറ്റർ എന്നോട് കൂട്ടിയപ്പോ 6 കിട്ടി. മാനവ് ചെയ്ത പോലെ തന്നെ കേട്ടോ, സെയിം മെത്തേഡാ. ഇവരവിടെ സെന്റിമീറ്റർ മില്ലിമീറ്റർ ഇട്ടെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പിന്നെ മില്ലിമീറ്റർ കൂട്ടിയപ്പോ ഇത് കിട്ടി. അപ്പൊ രണ്ടൂടെ കൂട്ടുമ്പോ 7 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ തിരിച്ചിനി എന്താ 10 ഇട്ട് ഡിവൈഡ് ചെയ്തല്ലേ, 68/10 സെന്റിമീറ്റർ എന്ന് എഴുതിയതും 6.8 സെന്റിമീറ്റേഴ്സ് കിട്ടി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് താഴോട്ടുള്ള നോക്കാം. ഇത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ എങ്ങനെ വന്നേന്ന്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഞാൻ റബ്ബ് ചെയ്യാവേ. അല്ലെങ്കിൽ ഇതാ പിന്നെന്താ ഉള്ള മെത്തേഡ്? 4.3. ഞാൻ വേറെ നമ്പർ ഇടാം. മാനം ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണേ. എങ്ങനെ മാനം ഇവിടെ എഴുതിക്കും, ഇവിടെ എഴുതിയിട്ട് കൂട്ടിയാൽ മതി. ഇവർ ഈ 4.3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ആദ്യത്തെ മെത്തേഡ് കണ്ടില്ല, അതുപോലെ എഴുതണേ. എഴുതിക്കോ. 2.5 പ്ലസ് 3.1 ഇതെല്ലാം സെന്റിമീറ്റർ ആണേ. ഓക്കെ അല്ലേ? അവർ എഴുതിയ പോലെ ഒന്ന് എഴുതണം, എന്നിട്ട് കൂട്ടണേ. 5.6 2.5 3.1 5.6 5.6 കറക്റ്റ് ആൻസർ കറക്റ്റാ. പക്ഷെ അതെങ്ങനെയാ ചെയ്ത മെത്തേഡ് ഒന്നും എഴുതാവത്തില്ലേ? സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയില്ലേ അതുപോലെ? 5 എത്രയായിരുന്നു? 2.5 സെന്റിമീറ്റർ 2.5 സെന്റിമീറ്റർ പ്ലസ് എത്രയായിരുന്നു? 3.1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 5.6. ഹലോ, കേക്കാവോ? കേക്കുന്നുണ്ട്. ഓക്കെ. 2.5 സെന്റിമീറ്റർ പ്ലസ് 3.1 സെന്റിമീറ്റർ. അപ്പൊ 2.5 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നത്? 2.5 സെന്റിമീറ്റർ ഇവിടെ എഴുതണേ. സ്പ്ലിറ്റ് 2 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ എഴുതില്ല, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആ മെത്തേഡാ ഞാൻ പറഞ്ഞേ, അതുപോലെ എഴുതാൻ ഞാൻ പറഞ്ഞേ. ഒന്ന് എഴുതിക്കേ. ഒരു മിനിറ്റ്. 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ പ്ലസ് 3
centimeter, 3 centimeter. സെന്റിമീറ്റർ ഒക്കെ മൊത്തം എഴുതി പോയല്ലേ നമ്മള്. ആ സാരില്ലാത്തോണ്ട് എഴുതാൻ പറ്റാത്ത. അത് സാരമില്ല. 2 cm എന്നിട്ടാ പോരായിരുന്നോ? ഏ 2 cm എന്നിട്ടാ പോരായിരുന്നോ? ആ ഓക്കെ സാരമില്ല. എന്നാ. അല്ല, ആ എനിക്ക് അറിയേണ്ടത് മോന് കൺസെപ്റ്റ് മനസ്സിലായെന്ന് അറിയാനാ ചോദിച്ചത്. മോൻ എന്തായാലും കറക്റ്റ് ആയിട്ട് എഴുതിയേക്കുന്നത്. അപ്പൊ പിന്നെ എന്നാ അത് നോക്കണ്ട. ഓക്കെ അല്ലേ? ഓക്കെ. ഇങ്ങനെ വേണം എഴുതാനായിട്ട്, കേട്ടോ. അതാണ് നമ്മുടെ ആദ്യത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. ആ ഓക്കെ, ഇതാ ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? 4.3 സെന്റിമീറ്റർ എങ്ങനെ എഴുതിയേക്കുന്നത് നോക്കിയേ. 4.3 centimeter plus 2.5. അതല്ല എന്റെ മണ്ടയ്ക്ക് ഇതാ 43 മില്ലിമീറ്റർ എഴുതിയിട്ടില്ലേ? ആ അത് എഴുതണം. 2.5 സെന്റിമീറ്ററിനെ 25 ആക്കി അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? രണ്ടുകൂടെ കൂട്ടി എന്ത് കിട്ടും? രണ്ടും കൂടെ 43 + 25 എത്ര? 43 plus 25 68. 68. കറക്റ്റ് പറഞ്ഞത്. അപ്പൊ 68 എന്തായിരിക്കും? മില്ലിമീറ്റർ അല്ലേ? ആ മില്ലിമീറ്ററിനെ എങ്ങനെ സെന്റിമീറ്റർ ആക്കുന്നേ? മില്ലിമീറ്റർ ഫ്രാക്ഷനില. അതെ ഏത് നമ്പർ ഇട്ടാ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നേ? 10 ഇട്ട് ചെയ്താ പോരെ? ആ 100. 100 ആണോ? 68 അല്ലേ ഉള്ളൂ. നമുക്ക് മില്ലിമീറ്റർ അടക്കുന്നത്. അപ്പൊ 10 ഇട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ആ 10. ഓക്കെ. 68 അപ്പൊ by എന്ത് 10. കിട്ടും? 6.8 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് എന്താ? 6 സെന്റിമീറ്റർ 80 മില്ലിമീറ്റർ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ഇല്ല. പിന്നെയുള്ള ഏതാണ്? എന്താ 4.3യും 2.5 ഉണ്ടല്ലേ? നമ്മളതിനെ ആ 43/10 25/10 എന്ന് എഴുതും. ഓക്കെ ആണല്ലോ? ആ പിന്നെ നമ്മൾ ഫ്രാക്ഷൻ കൂട്ടാൻ നമുക്ക് അറിയാം. എങ്ങനെ? അതാ ഡിനോമിനേറ്റർ ആണെങ്കിൽ ഡിനോമിനേറ്റർ അങ്ങ് ഒരുമിച്ച് സെയിം ആണെങ്കിൽ അല്ലേ? ആ എന്നിട്ട് മുകളിലത്തിനോട് കൂട്ടിയാൽ പോരാ. അപ്പൊ 68/10 എന്ന് കിട്ടും അല്ലേ? ഞാൻ ജസ്റ്റ് ഒരു നമ്പർ ചെയ്താ മോനൊന്ന് ചെയ്യണേ. 5.2 + 3.3. ഇതെങ്ങനെയാ സം ചെയ്യുന്നേ? ഫ്രാക്ഷനിലാക്കിയിട്ട് സം ചെയ്ത് നോക്കട്ടെ. ഫ്രാക്ഷണൽ ആക്കിട്ടാ. ഫ്രാക്ഷനിലാക്കിയിട്ട് സം ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 52/10 plus 3 അങ്ങനെ എഴുതണ്ടേ? അത് തന്നെ ഇപ്പൊ പറഞ്ഞ കറക്റ്റ് ചെയ്തു. അത് തന്നെ ചെയ്തു. 52/10 ഇവിടെ സ്ഥലല്ലേ? 10 plus കുഴപ്പമില്ല. 33/10 അല്ലേ? 10 33/10. 10. എന്റെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാ? ഇത് ചെറുതാക്കി എഴുതാൻ പറ്റത്തില്ലേ മാനവന്? ഞാൻ ഫോണിലെ ക്ലാസ് നേരത്തെ ടാബിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ചെറുതാക്കിട്ട് എഴുതാൻ പറ്റില്ല. ആണല്ലേ? ആ അങ്ങനെയാണെങ്കിൽ അതിന്റെ മണ്ടയ്ക്കോട്ട് എഴുതിയാൽ മതി. ഇവിടെ ഗ്യാപ്പ് ഉണ്ടതാ. ഇവിടെ ഈ സ്ഥലത്ത് എഴുതാൻ പറ്റും. ഞാൻ ഇപ്പൊ റബ്ബ് ചെയ്തെടുത്ത്. ഓക്കെ. അപ്പം ടോട്ടൽ ആൻസറാ? ടോട്ടൽ ആൻസർ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് ഡിനോമിനേറ്റർ ഒരുമിച്ചാക്കുന്നു. മണ്ടയ്ക്ക് രണ്ടും പ്ലസ് ഇട്ട് എഴുതുന്നു. പിന്നെ ഫൈനൽ ആൻസർ ഒന്ന് എഴുതിക്ക് നോക്കട്ടെ. 52 plus 33 is equal to 85. ഒരു അല്ല, ബൈ 10 ആണ്. ബൈ 10 ആണ്. 85/10 അല്ല, 52 + 33/10 എന്നല്ലേ? ആ അതെ 85/10. 0 കാണുന്നില്ലേ? സാറില്ല. അല്ല, ഞാൻ ഇതാ പറഞ്ഞത് എന്താന്ന് വെച്ചാലേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓ കേക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതാ ഇവിടെ ഒരു 10 ഉണ്ടെന്നേ ഉള്ളായിരുന്നു. കേട്ടോ? ഓക്കെ. ഓക്കെ അല്ലേ? ബാക്കിയെല്ലാം കറക്റ്റ് എഴുതിക്കണേ. ഞാൻ ജസ്റ്റ് നമ്മുടെ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കേട്ടോ? ഓക്കെ. അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഇവര് ഈ ഒന്നും മനസ്സിലാവാത്ത പിള്ളേരൊക്കെ ഇല്ല, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് ഈ പടമൊക്കെ വെച്ചിട്ടേ കുറെ എഴുതി സ്ഥലം കളഞ്ഞേക്കുന്നത്.
ഓക്കെ അല്ലേ? അഡീഷൻ ഇതാ ഇത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ആ ഇപ്പൊ പോയിന്റ് വന്നിരുന്നെങ്കിൽ മാനോ മറ്റേ പോയിന്റ് കൂട്ടി പറഞ്ഞില്ല, അത് കറക്റ്റാ, വേറെ ആ കുഴപ്പമൊന്നുമില്ല. ആ അപ്പം അത് അങ്ങനെ ജസ്റ്റ് കൂടിയാണ് വരുന്നല്ലേ? അപ്പൊ ഇനിയിപ്പോ വേറൊരു സംഭവം ഉണ്ട്, എന്താ വെച്ചാൽ ഈ 0.3 0.5 കൂട്ടിയാൽ 0.8 വരും, ഓക്കെ അല്ലേ? ആ പക്ഷെ 0.6 0.9 കൂട്ടി എന്ത് വരും? 1 ഒക്കെ കഴിഞ്ഞു പോകത്തില്ലേ? അപ്പൊ അങ്ങനെ ആ വരുന്ന സന്ദർഭങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്തതാ നോക്കാൻ പോകുന്നത്, ഓക്കെ അല്ലേ? ആ ഇത് കണ്ടോ, ഈ ലെങ്ത് എത്ര? 6.8 അല്ലേ? ആ അയ്യോ 6.8 പ്ലസ് 4.3. മാന മുന്നേ പറഞ്ഞ പോലെ അല്ല, അതാ 4.3 പ്ലസ് 2.8 അല്ലേ? ആ ചുമ്മാ കൂട്ടി എന്ത് കിട്ടും? 8ഉം 3 കൂടെ കൂട്ടി എന്ത് വരും? 11 വരുമല്ലേ? 4 into 6 7.1 വരും. ആ ഏ 7.1 ആ 7.1 വരും. കാരണം എന്താ, നമ്മൾ അപ്പുറത്തുനിന്ന് എടുത്തിടണം അല്ലേ? അത് ആ ശ്രദ്ധിക്കാനായിട്ട് ഇവരിങ്ങനെ കൊടുത്തന്നേ ഉള്ളൂ. ഇപ്പൊ 4.3 43 ആവും, 2.8 28 ആവും, അതൊക്കെ അല്ലേ? ഓക്കെ രണ്ടൂടെ കൂട്ടുമ്പോൾ 71 കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മില്ലിമീറ്ററാ, സെന്റിമീറ്റർ ആക്കണമെങ്കിൽ എന്തിട്ട് ചെയ്യും? 71 സെന്റിമീറ്റർ ഏ മില്ലിമീറ്റർ ആക്കാനാ? എന്ത് ചെയ്യണം? ഫ്രാക്ഷണൽ ഫോം ആക്കാനാ? അതാ ഏ ഫ്രാക്ഷൻ അല്ല, ആക്കാനാ? ഞാൻ ചോദിക്കട്ടെ, ആ മില്ലിമീറ്റർ എങ്ങനെ സെന്റിമീറ്റർ ആക്കുന്നെന്ന് പറഞ്ഞേ? മില്ലിമീറ്ററോ സെന്റിമീറ്റർ ആക്കുന്ന അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയ സെന്റിമീറ്റർ കിട്ടും. സ്പ്ലിറ്റ് ചെയ്താ സെന്റിമീറ്റർ കിട്ടൂലേ? അല്ല, ഞാൻ ചോദിച്ചേ, നമ്മൾ ഏത് നമ്പർ ഡിവൈഡ് ചെയ്യണം? 10 ഏ 10 10 71 കറക്റ്റാ. ആ അപ്പോഴാണെങ്കിൽ ഞാൻ ജസ്റ്റ് വേറെ നമ്പർ വെറുതെ ഇട്ടുതരാം, മോനൊന്ന് എങ്ങനെ ആഡ് ചെയ്യുന്ന എനിക്ക് അറിയാൻ വേണ്ടി മാത്രം, കേട്ടോ. ആ 2.7 ഇവിടെ എഴുതാൻ പറ്റുമോ? ഓ അയ്യോ 3.8 ഇതാണ് നമ്മുടെ നമ്പർ, ഓക്കെ അല്ലേ? ആ ഒരു ഇതിനെ മിനിറ്റ് രണ്ടിനെ എന്താ, ഇവിടെ ഒന്ന് മില്ലിമീറ്റർ ആക്കിക്കേ, മില്ലിമീറ്റർ ആക്കിയിട്ടൊന്ന് എഴുതിക്കുക ആദ്യം. മില്ലിമീറ്റർ ആക്കിട്ടാ ഡാഡി ചെയ്തിട്ടാ 20 ആ, ആ അപ്പൊ മില്ലിമീറ്റർ ആയിക്കേ. ഫസ്റ്റ് 2.7 പ്ലസ് 3.8 അതായത് 9 10 11 12 13 14 15 അപ്പൊ 5 1 carry over 2 plus 3 5 plus 1 6 65 6.5 millimeter ആണോ? 6.5 മില്ലിമീറ്റർ ആണ് വരുന്നത്. മില്ലിമീറ്റർ ആണ്ടല്ലോ, നമുക്ക് സാധാ സെന്റിമീറ്റർ അല്ലേ? അപ്പൊ സെന്റിമീറ്റർ വരണ്ടേ? ഞാൻ പറഞ്ഞ അതല്ല, 2.7 എങ്ങനെ മില്ലിമീറ്റർ ആക്കി എഴുതുന്നേ? 27 അല്ലേ? 27 millimeter അതായിരുന്നു ഞാൻ പറഞ്ഞത്. 38 എങ്ങനെ എഴുതും? 3.8 38 മില്ലിമീറ്റർ, ഓക്കെ അല്ലേ? ആ പിന്നെ ഇതിന്റെ സം എഴുതണം, എത്ര വരും? പ്ലസ് പ്ലസ് ചെയ്യണം. സം എന്ന് പറഞ്ഞാൽ പ്ലസ്. 68 millimeter 68 ആണോ വരുന്നത്? പിന്നെ ഏതാ 60 സോറി 65 65 കൂട്ടിക്ക് 8 പ്ലസ് ആണ് എത്ര? 65 വരും, ഓക്കെ അല്ലേ? അപ്പൊ ആ ആൻസർ 65 എന്ന് കിട്ടും. ആ 65 എന്താ വരുന്നത്? മില്ലിമീറ്റർ. ഇത് നമ്മൾ മില്ലിമീറ്റർ സെന്റിമീറ്റർ ആക്കണം, എന്ത് ചെയ്യണം? 10 വെച്ച് ഡിവൈഡ് ചെയ്യണം. ആ അപ്പൊ നമുക്ക് 6.5 സെന്റിമീറ്റർ എന്ന് കിട്ടും, ഓക്കെ അല്ലേ? ആ ഞാൻ ജസ്റ്റ് വേറെ നമ്പർ ഇട്ട് പറഞ്ഞതേ ഉള്ളൂ. ആ അടുത്ത് എന്താ ഇവര് ചെയ്തേക്കുന്നേ? നമ്മളിപ്പോ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയല്ലേ ചെയ്തേക്കുന്നത്, മുന്നേ ചെയ്തേ? ആ ഫ്രാക്ഷൻ ആക്കി, അറിയാം. 4.3 43/10 ആക്കാൻ അറിയാം അല്ലേ? ആ പിന്നെന്താ, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഇങ്ങനെ വെച്ചു. പിന്നെ ആ കൂട്ടിയപ്പോ 71/10 കിട്ടി, അതിന്റെ ആൻസർ 10 ഇട്ടപ്പോ 7.1. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇത്ര നേരം പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ ഉള്ളായിരുന്നല്ലേ? അടുത്ത പോയിന്റ് കഴിഞ്ഞ് 2 നമ്പർ വന്നാൽ എന്ത് ചെയ്യണം അടുത്തത്?
ആ അപ്പൊ ഡിനോമിനേറ്റർ എന്ത് വരും? 100 വരും അല്ലേ? ആ ഓക്കെ ആണോ? ഡിനോമിനേറ്റർ 6.25 എന്ന് പറഞ്ഞാൽ 625/100. ഓക്കെ ആണല്ലോ? ആ 3.5 എന്ന് പറയുമ്പോൾ 35/10. അതും ഓക്കെ അല്ലേ? ആ അപ്പൊ പക്ഷെ ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്താ? മുന്നേ നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആയിരുന്നു അല്ലേ? ആ ഇപ്പൊ ഡിഫറെന്റാ? ഇപ്പൊ ഡിഫറെന്റ് ആ. ഒന്ന് 10ഉം ഒന്ന് 100ഉം അല്ലേ? ആ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? പറഞ്ഞോ, ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞോ. ഇൻറ്റു ചെയ്യണോ? ഇൻറ്റു ചെയ്യണം. ഏത് നമ്പർ ഇട്ട് ചെയ്യണം? 10നെ 100 ആക്കണമെങ്കിൽ എന്നെ എടുക്കണം. ഇൻറ്റു 10 ചെയ്താ പോരെ? ആ അതായത് 35/10 ഇൻറ്റു 10 ചെയ്ത് എന്ത് കിട്ടി? 350/100 എന്ന് കിട്ടി അല്ലേ? ഓക്കെ. ഓക്കെ ആണോ? ആ അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ 35/10 പ്ലസ് 625/100 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ 35/10 എന്ത് ചെയ്തു? 350/100 എന്ന് എഴുതി. ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് മണ്ടക്കത്തെ രണ്ടും കൂട്ടിയല്ലേ? ആ അത് 975/100. 975/100. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇല്ല. ഞാൻ അങ്ങനെ ഒരു നമ്പർ ഇട്ട് തരാവേ. ആ 975/100 millimeter. ഓക്കെ, ഈ രണ്ട് നമ്പർ ഒന്ന് കൂട്ടിക്കേ. 2.7 plus 5 point എത്ര? 49. ടോട്ടൽ ആൻസർ ആഡ് ചെയ്യണ്ടേ? അല്ലല്ല, എനിക്കിതാ ഇത് ഈ സ്റ്റെപ്പില്ലേ നമ്മളിപ്പോ ചെയ്ത സ്റ്റെപ്പ്, ഇതാ ഈ സ്റ്റെപ്പിൽ ഒന്ന് കാണാനായിട്ടാ. അങ്ങനെയാണെങ്കിൽ 27/10 27/10 10 അല്ല 100 അല്ല 10 അല്ലേ? 10 27/10 പിന്നെ പ്ലസ് 599/100. 599/100. 599/100 599 ഒരു 9 കൂടെ ഉണ്ട്. 599/100 ഓക്കെ. ഇനി എന്താ ചെയ്യുന്നേ? ഇനി അവര് ടോട്ടൽ എഴുതുക. ലൈക്ക് 27 പ്ലസ് 599. നമുക്ക് എഴുതാൻ പറ്റുമോ? ഇതാ ഇവിടെ എന്താ ഉള്ളേ? ഇവിടെ 10 ഇവിടെ 100 എന്ത് ചെയ്യണം? ഒരു 10 ഇട്ടിട്ടാണ്. അപ്പൊ ഈ 270 ആവും അല്ലേ? 270. ഓക്കെ ഇവിടെ ഓക്കെ 100 ആവും. അപ്പൊ അതാ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ബൈ എഴുതിക്കോ, ബാക്കി എഴുതിക്കോ. 100. ഇനി സം ചെയ്യണം അല്ലേ? സം ചെയ്തോ. ടോട്ടൽ സം 270 പ്ലസ് 590. അതെ, അത് തന്നെ. 270. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്. 870. 870 ഒക്കെ വരുമോ? 70 ആണോ? ഒരു മിനിറ്റ് ചെയ്ത് നോക്കട്ടെ. ആ 270 ഒരു നമ്പർ കൂടി പോയെന്നേ ഉള്ളൂ. 270 plus 599 is equal to 9 plus 9. 869. എത്ര? 869. കറക്റ്റാ. ആ ഇപ്പൊ ഡൗട്ട് ഒക്കെ മാറിയില്ലേ? 869/100 എന്ന് കിട്ടും അല്ലേ? ആ എന്നുവെച്ചാ എന്താ, എത്ര /100 ആണെങ്കിൽ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്ത എന്തായാലും 8.69. ഓക്കെ അല്ലേ? 8.6. ഡൗട്ട് വല്ലതും അതിനകത്ത്? ഇല്ല. ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പും പഠിച്ചല്ലേ? ആ മാനവൻ എന്താ ബേസിക് ഒന്നും ബേസിക് എന്താ അറിയത്തില്ല നമ്മ പറഞ്ഞേ. ഏതാ അറിയാത്തെ? ഏതിന്റെ ബേസിക് അറിയാത്തെ? അത് അമ്മേനോട് ഞാൻ ചോദിക്കാം. എനിക്കറിയില്ല. എനിക്ക് എന്താ അറിയില്ല. അതാ എനിക്കറിയാത്തത്. മാനവൻ ഞാൻ ചോദിക്കുന്നില്ല, ആൻസർ കറക്റ്റ് പറയുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ എപ്പോഴും കണക്ട് ചെയ്യുമ്പോ എനിക്ക് പ്രോബ്ലം ആകും. അതെത്തുമ്പോ നമുക്ക് എന്നാ അത് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ ശരിയാക്കാം. ആ ഓക്കെ. ഇതുവരെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മൾ സമ്മല്ലേ, ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. മാനം എഴുതിയെല്ലാം കറക്റ്റാ. ആ ഓക്കെ. അപ്പൊ നമ്മള് മുകളിൽ ചെയ്തത് 975 ആയിരുന്നു അല്ലേ?
അപ്പൊ ആ 975/100 എന്ന് പറയുമ്പോൾ 9.75 കിട്ടും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ മുന്നേ നമ്മൾ 10ഉം 100ഉം ആയിരുന്നല്ലേ. ഇനി അപ്പൊ എത്ര 1000 വരും. ആ 1000 ഇട്ടൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടോ? എന്താ, ഒരാൾ കടയിൽ പോയി 2.5 kg റൈസ് വാങ്ങി, പിന്നെ 3.125 കിലോഗ്രാം വെജിറ്റബിൾ വാങ്ങി. ടോട്ടൽ വെയിറ്റ് എത്രയാണെന്ന ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യും? ഫസ്റ്റ് എത്ര വാങ്ങിച്ചെഴുതണം? 2.5. അതെ, 2.5 നമ്മൾ എന്ത് എഴുതും? 25/10 എന്ന് എഴുതും അല്ലേ. ആ ഈ 3.125 എങ്ങനെ എഴുതും നമ്മള്? ലിറ്റേഴ്സിലാ? അല്ലല്ല, ഞാൻ ചോദിച്ചത് ഏത് ബൈ 1000 ആണോ വരുന്നത് 100 ആണോ വരുന്നത്? ഇവിടെ 3 നമ്പർ അല്ലേ, ആ ഏതാ വരുന്നേ? ബൈ 1000. ബൈ 1000 കറക്റ്റാ. പിന്നെ എന്ത് ചെയ്യണം? ഒന്ന് ടെൻസിലും ഒന്ന് തൗസൻഡ്സിലും അല്ലേ അളക്കുന്നേ. ആ അപ്പൊ എങ്ങനെ ചേഞ്ച് വരുത്താൻ പറ്റും? ഏത് ടിൻഡ് ചെയ്യണം? സെക്കൻഡ് നമ്പർ എന്തായിരുന്നു? അതാ ഇവിടെ ഉണ്ട്. 1000. 3125/1000 എന്നാ. 25 ഒരു 10 ആഡ് ചെയ്യണല്ലോ, അപ്പൊ 100 ആഡ് ചെയ്യണം. ആടാണോ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 25 into 100 by 10. 25/100/10 into 100. അപ്പൊ നമുക്ക് 2500. പിന്നെന്ത് കിട്ടും? 3125 by 1000. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആയപ്പം ഒരുമിച്ച് എഴുതിയല്ലേ. പിന്നെ അങ്ങ് സം ചെയ്താ ടോട്ടൽ പോരെ. ടോട്ടൽ 5625 by 1000. കറക്റ്റാ. അപ്പൊ പിന്നെന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. ബൈ 1000 ആയാലും എന്ത് ചെയ്യും? എത്ര എങ്ങനെ ആ നമ്പർ എന്ത് വരും? പറഞ്ഞോ. 5625 by 1000. അതാണ് 5625/1000. അപ്പൊ എന്ത് വരും? ആൻസർ എന്ത് വരും? ആൻസർ 5.625. കറക്റ്റ്, 5.625. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇല്ല. അതെങ്ങനെയാ വന്നേന്ന് അറിയാലോ. ആ ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചോ, ചെയ്യാം. Anu made an 8.5 meter long festoon and Sarah made a 7 meter long one to decorate their classroom for the school anniversary. ഫെസ്റ്റൂൺ എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ? എന്താ? ഫെസ്റ്റൂൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡെക്കറേഷൻ ഒക്കെ നമ്മൾ ഓരോ റിബൺ പോലത്തെ ഒരു സാധനം ഇങ്ങനെ പിന്നെയൊക്കെ കെട്ടത്തില്ലേ, അതോ. തൽക്കാലം ഒരു റിബൺ അങ്ങ് ഓർത്തോ കേട്ടോ. ഒരു റിബൺ. അനു ഒരു 8.5 മീറ്റർ ഉള്ള റിബൺ ഉണ്ടാക്കി. സാറ 7.8 ഉണ്ടാക്കി. ടോട്ടൽ ലെങ്ത് എത്ര? ടോട്ടൽ സം ആഡ് ചെയ്യണം. ടോട്ടൽ സം ആഡ് ചെയ്യണം. എന്നെ എടുക്കും. നമ്മൾ മുന്നേ കണ്ട സ്റ്റെപ്പിലാണെങ്കിൽ എന്ത് ചെയ്യും? 85/10 പ്ലസ് 7.8/10 എന്നൊക്കെ എഴുതല്ലേ. ചെയ്തോ? എഴുതിക്കോ, നമുക്ക് നോക്കാം. 85 പോയിന്റ് വരുമോ? അല്ല, 85 by 10 അല്ലേ? 10 അല്ലേ? അതന്നെ. അതെ, തന്നെ. എഴുതിക്കോ. ഇവിടെ എഴുതിക്കോ, നമുക്ക് ചെയ്യാം. 85 by 10 by 10 plus 78 by 10. 78/10 വരും. പിന്നെ റിയൽ ആൻസർ ഒരു മിനിറ്റ്. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യണ്ടേ? ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പൊ എന്നാ എടുക്കും ഒരു ടോട്ടൽ ഡിനോമിനേറ്റർ? 163 ആ. അല്ല, നമ്മുടെ അടുത്ത സ്റ്റെപ്പ് മാത്രം പറഞ്ഞാൽ മതി. എന്താ ചെയ്യണ്ടേ? ബൈ 10 ഇട്ട് അങ്ങ് എഴുതിയാ പോരെ. ആഡ് ചെയ്യണം. ബൈ 10 ഇടണം അല്ലേ. അല്ല, ഞാൻ ചെയ്തല്ല. ഒരു സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പില്ലേ നമ്മള് രണ്ടിനും കൂടെ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എഴുതത്തില്ലേ, ആ സ്റ്റെപ്പ് കൂടെ എഴുതിയ കേടോ. അത് എഴുതിയില്ലേലും കുഴപ്പമൊന്നുമില്ല, എന്നാലും എഴുതിക്കോ. ഒരു സ്റ്റെപ്പ് ഇരുന്നോട്ടെ. എന്താ ചെയ്യണ്ട? 10 into 1 ആ? അതല്ല 85 പ്ലസ് 78/10 എഴുതത്തില്ലേ, ആ ഒരു സ്റ്റെപ്പ്. 85. നമ്മളിതാ ഒരുമിച്ച് എഴുതാം. ഇങ്ങനെ കൂട്ടുന്നതിന് മുന്നേ ഓക്കെ. ഈ ഒരു സ്റ്റെപ്പ്. ഇത് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, എന്നാലും ഇത് എഴുതിക്കോ. ഒരു സ്റ്റെപ്പ് ആയിക്കോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്ത് കിട്ടും? കൂട്ടിയപ്പോ എന്ത് കിട്ടി? 163 163 മീറ്റർ.
ഓക്കെ. മീറ്റർ ആണോ അവിടെ വരണ്ടേ? അല്ല മീറ്റർ അല്ല, 163 ഒന്നുമില്ല, 163 മാത്രം. 163/10. ബൈ 10 അതല്ലേ, ബൈ 10. ബൈ 10 ഇട്ടോ. ഇനി ഓക്കെ. നമ്മൾ നമ്മുടെ പോയിന്റ് ഇടണം. ഓക്കെ അല്ലേ? ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു 16.3. ഓക്കെ, 16.3 വന്നോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ ക്വസ്റ്റിനകത്ത്? ഇല്ല. ഓക്കെ അല്ലേ? ആ അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു. ഇതൊക്കെ നോട്ടിൽ എഴുതണം കേട്ടോ. ഓക്കെ ഓക്കെ. എന്നിട്ട് എനിക്കൊന്ന് ഇട്ടേക്ക്. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നോക്കിയിട്ട്. Amal needs 2.25 meters of cloth and cloth and Sagar. Sagar 1.85 meters of school uniform. How many meters of cloth in all? എന്താ, അമലിന് 2.25 മീറ്റർ ക്ലോത്ത് വേണം, സാഗറിന് 1.85 വേണം. ടോട്ടൽ എത്ര ആണ് ക്വസ്റ്റ്യൻ? എത്ര ആഡ് ചെയ്യണം. ചെയ്തു? ഇവിടെ ബൈ എത്ര വരുന്നേ? അതൊന്നും ശ്രദ്ധിച്ചേക്കണേ. 5 2.25 അല്ലേ? അപ്പൊ നമ്മുടെ ഡിനോമിനേറ്റർ എന്ത് വരും? denominator 100. ഓക്കെ, 100 വരും. 225/100 അല്ലേ? പ്ലസ് Plus 185/100. ഓക്കെ, അടുത്ത സ്റ്റെപ്പിനകത്ത് എന്ത് എഴുതും? ഇത് 225 plus 185/100 ചെയ്തിട്ട് ആൻസർ പറയാം. അത്രേ ഉള്ളൂ. പറഞ്ഞോ, എന്ത് വരും? 310. 300 ആണോ? 185 185 അല്ലേ? എന്ത് വരും? അല്ല, അപ്പൊ ഒരു മിനിറ്റ് ചെയ്തോട്ടെ. ചെയ്തു ചെയ്തു. 310/100 തന്നെ കിട്ടുന്നത്. അതെങ്ങനെ? ഞാൻ ചോദിക്കട്ടെ. ആ ഇവിടെ 200 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്, അപ്പൊ തന്നെ 300 ആയില്ലേ? പിന്നെ 85 പ്ലസ് 25 എത്ര? അതൊരു 110 കിട്ടത്തില്ല. അപ്പൊ 410 അല്ലേ വരുന്നേ? സാർ അത് മനസ്സിലായി പറഞ്ഞേ. ഓക്കെ, അവിടെ ഒരു സെക്ഷൻ ഉണ്ടല്ലേ. കുഴപ്പമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ കിട്ടും ആൻസർ. ആ അപ്പം ഓക്കെ. ഫൈനൽ ആൻസർ എന്നിടും 3.1 കിട്ടും അല്ലേ? അല്ല, 4.1 കിട്ടും. ഓക്കെ ആണല്ലോ? 4.1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Amal, a tin weighs 2.85 kilograms and it is filled with 12.5 kilograms of rice. What is total weight? എത്ര വെയിറ്റ് പറഞ്ഞു? Total weight. 12.5 പ്ലസ് 2.85 ചെയ്താൽ എന്ത് കിട്ടും? പറഞ്ഞു. Denominator same ആകണം 12.5. സെയിം ആക്കണം. എന്ത് ചെയ്യണം? ഏത് വെച്ചിട്ട് ചെയ്യും? Into 5 into 10. ഓക്കെ, ചെയ്തു. 12.5 5 into 10 അല്ലേ? എങ്ങനെ? 12.5 into മാനം എഴുതി, നമുക്ക് എഴുതാം. എഴുതിയിട്ട് നോക്കാം. ഓക്കെ അല്ലേ? എഴുതിക്ക. അപ്പൊ വേറെ തെറ്റുണ്ടെങ്കിലും പറയാലോ. 2.85 നമ്മൾ എന്ത് എഴുതും? 285/100 എന്ന് എഴുതും. അത് ഞാൻ എഴുതാമോ? 285/100 ആണ് എഴുതട്ടെ. 285/100. 100. ഓക്കെ, 100 പ്ലസ് എത്ര ആണ്? 12.5 അല്ലേ? 12. 125/10 അല്ലേ ഉള്ളൂ? ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ മാറ്റണം അല്ലേ? അപ്പൊ ഒരു 10 ചെയ്താൽ പോരെ? അപ്പൊ ഇവിടെ 100 ആയി. ഇവിടെ 1250 എത്തിയല്ലേ? 1250. സം ചെയ്യണം, പോയിന്റ് മാറ്റി കുത്തിട്ടാ മതി. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ 285 പ്ലസ് 125 ചെയ്യണം. ചെയ്യണം. അപ്പൊ ചെയ്യട്ടെ. 1535 ആണായിരുന്നു. ഓക്കെ. 1250 അല്ല. 1250 പ്ലസ് 285 എത്ര?
ഒരു മിനിറ്റ് 5 1535 അല്ലേ? 4 പ്ലസ് 1435 തന്നെ. 1535. ആ അപ്പം നമ്മുടെ ഈ പോർഷനെ നമ്മൾ ഈ എടുത്തോണ്ടുന്ന പോർഷൻ തീർന്നു. 2 ക്വസ്റ്റൻ ഉണ്ട്. ഈ 2 ക്വസ്റ്റൻ ഞാൻ പറയാം. ഇത് രണ്ടും മാനവന് ഹോംവർക്കാ. ഓക്കെ. മാനവ ചെയ്യണം അടുത്ത ദിവസം. ഓക്കെ അല്ലേ? അപ്പൊ എന്താ അടുത്ത ക്ലാസ്. പറഞ്ഞിരിക്കുന്നത്? ഒരു കൊച്ചൻ 2.25 കിലോമീറ്റർ രാവിലെ നടക്കും, 1.5 വൈകിട്ട് നടക്കും. അപ്പൊ ടോട്ടൽ എത്രയാന്നാ അറിയാലോ? ഡിനോമിനേറ്റർ രണ്ടും സെയിം ആക്കുക, കൂട്ടുക. ക്ലിയർ ആണോ? അടുത്തത് 2 സ്മോൾ ബോട്ടിൽസ്. അതിനകത്ത് ഒന്നില് 0.850 ലിറ്ററും ഒന്നില് 0.375 ലിറ്ററും ഹണി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ വേറെ ലാർജ് ബോട്ടിലോടെ കുഴിച്ചാൽ ടോട്ടൽ എന്ത് വരുമെന്നാ? എന്ത് ചെയ്യണം? ഇതിന് രണ്ടിനെ ഡിനോമിനേറ്റർ എത്ര ആയിരുന്നു എന്ന് പറഞ്ഞേ? 1000 വരൂലേ? രണ്ടിന് 1000 ആയിരുന്നു. അത് മറന്നു പോയില്ലേ കേട്ടോ. ഓക്കെ. എന്നിട്ട് കൂട്ടി കഴിയുമ്പോഴത്തേക്കും എന്താ കിട്ടുന്നത് എന്നോട് എനിക്ക് അയച്ചേക്കണം ഇതിന് ചെയ്തിട്ടെ, കേട്ടോ. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ പഠിപ്പിച്ചതിനകത്ത്? ഇല്ല. ഇല്ലല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ഇനി സബ്സ്ട്രാക്ഷൻ അടിക്കാനുള്ളത്, അത് അടുത്ത ടോപ്പിക്കാ. ഓക്കെ. അതപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അന്ന് നിർത്താം. ശരി. ബൈ. ഓക്കെ, താങ്ക് യു. താങ്ക്സ്.